ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ അമേരിക്കയുടെ അപ്രതീക്ഷിത സൈനികാക്രമണത്തിന് പിന്നാലെ കടുത്ത തിരിച്ചടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. US നേവിയുടെ കപ്പലുകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താനും ഹോർമൂസ് കടലിടുക്ക് അടക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉന്നത ഉപദേഷ്ടാവ് ആഹ്വാനം ചെയ്തതായി CNN റിപ്പോർട്ട് ചെയ്തു. ഫോർഡോ ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ അമേരിക്കൻ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഊഴമാണ് എന്ന് പ്രസ്താവിച്ചാണ് ഖമേനിയുടെ ഉപദേഷ്ടാവിന്റെ സന്ദേശം ആരംഭിക്കുന്നത്. ബഹ്റൈനിലുള്ള അമേരിക്കൻ നാവിക കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനും അമേരിക്ക, ബ്രിട്ടീഷ്, ജർമ്മൻ, ഫ്രഞ്ച് കപ്പലുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനായി ഹോർമൂസ് കടലിടുക്ക് അടക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. അമേരിക്കൻ ആക്രമണത്തോട് ഖമേനിയിൽ നിന്നോ ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാലും ഇറാന്റെ ആണവോർജ്ജ ഏജൻസി ഈ നടപടിയെ ശക്തമായി അപലപിച്ചു. US-ന്റെ സൈനിക നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്കും ആണവ നിർവ്യാപന കരാറിനും വിരുദ്ധമാണെന്നും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയായി സഹകരിച്ചാണ് ഈ നിയമവിരുദ്ധമായ നടപടികൾ ഉണ്ടാക്കുന്നതെന്നും അവർ പ്രസ്താവനയിൽ ആരോപിച്ചു. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തങ്ങളുടെ ആയുധ ശേഖരണത്തിലെ ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. B-2 സെൽത്ത് വിമാനം ഉപയോഗിച്ച് ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വർഷിച്ചത്. എത്രമാത്രം നാശനഷ്ടമുണ്ടായി എന്നതിൽ വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഇറാനിലെ ഫോർദോ, നദാൻസ്, ഇസഫഹാൻ എന്നീ തന്ത്രപ്രധാനമായ 3 ആണവ നിലയങ്ങളിലാണ് ആക്രമണം നടന്നത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ആണവ കേന്ദ്രങ്ങളിലേക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുമുണ്ട്. മലനിരകൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭൂഗർഭ കേന്ദ്രമായ ഫോർദോ ആണവ കേന്ദ്രത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചതായി ഇറാൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മിസോറിയിലെ വൈറ്റ്മാൻ വ്യോമതാവളത്തിൽ നിന്ന് ഗുവാമിയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നീങ്ങിയതായി റിപ്പോർട്ടിലുണ്ട്. ഇതോടെ ഏത് നിമിഷവും ഇറാനെതിരെ ആക്രമണത്തിന് അമേരിക്ക സജ്ജമാണെന്ന് വ്യക്തമാക്കുകയാണ്. എന്നാൽ ആക്രമണം നടത്താനുള്ള കൃത്യമായ കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. B-20 ബോംബുകൾക്ക് 15 ടൺ ഭാരമുള്ള 2 ബക്കർ ബസ്റ്റർ ബോംബുകൾ വഹിക്കാൻ കഴിയും. ലോകത്ത് ഈ അത്യാധുനിക യുദ്ധവിമാനം നിലവിൽ അമേരിക്കയുടെ കൈവശം മാത്രമാണുള്ളത്. ഈ ബോംബ് വിമാനം നോർത്രോപ്പ് ഗ്രമൻ എന്ന അമേരിക്കൻ ആയുധ നിർമ്മാണങ്ങളാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഹെവി ബോംബർ വിഭാഗത്തിൽപ്പെടുന്ന ഇവയ്ക്ക് 18,000 കിലോഗ്രാം വരെ ഭാരമുള്ള ബോംബുകൾ വഹിക്കാനാകും. ഒറ്റ പറക്കലിൽ 18,500 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാനും ഇവയ്ക്ക് ശേഷിയുണ്ട്. 1988 നിർമ്മിച്ച B-20 ബോംബുകൾക്ക് തനതായ രൂപകൽപ്പനയും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുമുണ്ട്. US വ്യോമസേനയുടെ പക്കൽ ആകെ 19 B-2 ബോംബുകളാണുള്ളത്. റഡാർ കണ്ണുകളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന തരത്തിലാണ് ഇവയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ റഡാർ ക്രോസ് സെക്ഷനിൽ ഒരു ചെറിയ പക്ഷിയുടെ വലുപ്പത്തിൽ മാത്രമേ കാണാനാകൂ എന്നതിനാൽ ഇവയുടെ വരവോ പോക്കോ തിരിച്ചറിയാൻ സാധിക്കില്ല. ഇവയെ കണ്ടെത്താൻ അതിശക്തമായ റഡാർ സംവിധാനങ്ങൾ ആവശ്യമാണ്. എന്നാൽ നിലവിൽ മിക്ക രാജ്യങ്ങൾക്കും ഈ സംവിധാനം ഇല്ല. മലനിരകളിലെ ഭൂഗർഭ കേന്ദ്രമായ ഫോർദോ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം തകർക്കാൻ ഇസ്രായേൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ഇറാന്റെ രഹസ്യ ആണവ ഗവേഷണ കേന്ദ്രങ്ങളുടെ ശൃംഖലകളിൽ കൃത്യമായ ആക്രമണം നടത്താൻ B-20 ബോംബുകൾക്ക് കഴിയുമെന്നാണ്. ബക്കർ ബസ്റ്റർ ബോംബുകൾ, B-20 സെൽത്ത് ബോംബുകൾക്ക് പുറമെ അമേരിക്കയുടെ പ്രത്യേക ആയുധങ്ങളിലൊന്നായ ബക്കർ ബസ്റ്റർ ബോംബുകളെ GBU-57 ABU ഈ ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിലുള്ള ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ തക്ക ശേഷിയുള്ള ഈ ബോംബുകൾക്ക് ഏകദേശം 18 ടൺ ഭാരവുമുണ്ട്. എത്ര കനത്ത കോൺക്രീറ്റ് കവചങ്ങളെയും തകർത്ത് ഉള്ളിൽ ചെന്ന് കനത്ത സ്ഫോടനം നടത്താൻ ഇതിന് സാധിക്കും. 20 അടി നീളമുള്ള ഈ ബോംബുകൾ പ്രയോഗിക്കാൻ B-2 ബോംബുകൾക്ക് മാത്രമേ കഴിയൂ. മാസീവ് ഓർഗൻ പെനട്രേറ്റർ എന്നറിയപ്പെടുന്ന ഈ ബോംബിൽ 2 എണ്ണം മാത്രമേ ഒരു B-20 ബോംബിന് വഹിക്കാൻ കഴിയൂ. പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനിലെ 6 GBU-57 AB ബോംബുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഓരോ ആണവ കേന്ദ്രങ്ങളിലും കുറഞ്ഞത് 2 ബോംബെങ്കിലും അമേരിക്ക വർഷിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഇതുകൂടാതെ ഫോർദോയിലേക്ക് US നാവികസേന മിസൈൽ ആക്രമണവും നടത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. US നാവികസേനയുടെ കപ്പലുകളിൽ നിന്നും 30 ടെമോഹോക്ക് ക്രൂയിഡ് മിസൈലുകളാണ് ഹോർദോർ ആണവ കേന്ദ്രം ലക്ഷ്യമാക്കി വിക്ഷേപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നന്ദി പ്രകാശിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് വന്നു. ഡൊണാൾഡ് ട്രംപ് US-ഉം ശക്തമായി പ്രവർത്തിച്ചു എന്ന് ബെഞ്ചമിൻ നെതന്യാഹു എക്സിൽ കുറിച്ചു. 3 ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രം മാറ്റിമറിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത്.
ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്തതാണ് അമേരിക്ക ചെയ്തതെന്നും ലോകത്തിലെ ഏറ്റവും അപകടകരമായ ഭരണകൂടത്തെയും ആയുധങ്ങളെയും നിഷേധിക്കാൻ പ്രസിഡന്റ് ട്രംപ് പ്രവർത്തിച്ചതായി ചരിത്രം രേഖപ്പെടുത്തുമെന്നും നെതന്യാഹു അഭിപ്രായപ്പെട്ടു. അമേരിക്കയുടെ ഈ ഇടപെടലിലൂടെ ലോകം കൂടുതൽ സുരക്ഷിതമാകുമെന്നും നെതന്യാഹു പ്രസ്താവിച്ചു. യുഎസിന്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ അതീവ ജാഗ്രതയിലാണ്. ഇറാന്റെ അടുത്ത നീക്കങ്ങൾ നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ.